ഹായ് മിറക്കിൾ മേക്കേഴ്സ്, ഇന്നത്തെ ഈ മനോഹരമായ ധ്യാനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫുൾ മൂൺ ഹീലിംഗ് ആൻഡ് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനാണ്. ഈ ഒരു യാത്ര നമ്മൾ പുറം ലോകത്തേക്കല്ല, നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ്. കുറച്ച് നിമിഷങ്ങൾ ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി സ്വന്തം ഹൃദയത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ളൊരവസരം. പലരും പൗർണമിയെ, ഫുൾ മൂണിനെ ഒരു പുതിയ തുടക്കത്തിൻ്റെ പ്രതീകമായും കഴിഞ്ഞ ദിവസങ്ങളെ നന്ദിയോടെ ഓർത്തെടുക്കുവാനുള്ള സമയമായുമാണ് കാണുന്നത്. ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി തീരുമാനിക്കാനുള്ള നിമിഷമായും കാണുന്നു. ഇന്നത്തെ ഈ മെഡിറ്റേഷൻ അത്തരമൊരു മനോഹരമായ അവസരമാണ്. ഒരു 20 മിനിറ്റ് നിങ്ങളെ തന്നെ വീണ്ടും കണ്ടെത്തുവാനുള്ള സമയമാണ്. മനസ്സിലെ തിരക്കുകളെ ശാന്തമാക്കാനുള്ള സമയമാണ്. സ്വയം കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളിലേക്ക് വ്യക്തമായ ഉദ്ദേശ്യത്തോടെ ശ്രദ്ധ കൊണ്ടുവരാനുള്ള സമയമാണ്. മാനിഫെസ്റ്റേഷൻ എന്നത് ഒരാഗ്രഹം മാത്രം മനസ്സിൽ ആവർത്തിക്കുന്നതല്ല. അത് നമ്മുടെ ഉള്ളിൽ തുടങ്ങുന്ന ഒരു മാറ്റമാണ്. നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും നമ്മളെ കാണുന്ന രീതിയിലും സംഭവിക്കുന്ന ഒരു മനോഹരമായ യാത്രയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഭയം നിറഞ്ഞിരിക്കുമ്പോൾ, സ്വയം സംശയം നിറഞ്ഞിരിക്കുമ്പോൾ, പഴയ വേദനകൾ ഇപ്പോഴും നമ്മെ പിടിച്ചു നിർത്തുമ്പോൾ പുതിയ അവസരങ്ങളെ സ്വീകരിക്കാൻ നമ്മളുടെ മനസ്സിലോ ഹൃദയത്തിലോ സ്ഥലം കാണില്ല. ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് സ്വയം സ്നേഹിക്കുന്നതും ഉള്ളിലെ മുറിവുകളെ സ്നേഹത്തോടെ അംഗീകരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു പ്രധാന ചുവടായി പലരും കാണുന്നത്. ഇന്ന് ഈ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് സ്വയം കൂടുതൽ അടുത്തറിയാൻ കഴിയട്ടെ. നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ സമാധാനം വളരട്ടെ. നിങ്ങളുടെ ഹൃദയം കൂടുതൽ സ്നേഹത്തോടെ നിറയട്ടെ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയട്ടെ. സ്നേഹപൂർണമായ ബന്ധങ്ങൾ സ്വീകരിക്കാൻ മനസ്സ് കൂടുതൽ തുറക്കട്ടെ. പുതിയ അവസരങ്ങളെ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കാൻ ധൈര്യം വളരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും ആരോഗ്യവും സന്തോഷവും ആന്തരിക സമാധാനവും വളർത്തുവാനുള്ള ഉദ്ദേശത്തോടെ ഈ യാത്ര നമുക്ക് ആരംഭിക്കാം. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നതോ കിടക്കുന്നതോ ഏതായാലും ഒരു അവസ്ഥ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാം. ഇത് ചെയ്യേണ്ടത് ഫുൾ മൂൺ ദിവസം രാത്രി 8 മണിക്കും 10 മണിക്കും ഇടയ്ക്കാണ് ഇത് ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ ശല്യമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഒറ്റയ്ക്ക് ശാന്തമായ ഒരു മുറി തിരഞ്ഞെടുക്കുക. മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, മൊബൈൽ ഒക്കെ ഓഫ് ചെയ്യുകയോ സൈലൻറ്റ് ചെയ്യുകയോ വെക്കുക. ബാക്കി പുറത്തുള്ള എല്ലാ ശബ്ദങ്ങളെയും മാറ്റാൻ ശ്രമിക്കേണ്ട. അതവിടെ ഉണ്ടാകട്ടെ. ഓരോ ശബ്ദവും ഈ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ കൂടുതൽ ആഴത്തിൽ ക്ഷണിക്കുന്നതായി മാത്രം അനുഭവിക്കുക. പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. മുഖത്തെ എല്ലാ പേശികളെയും വളരെയധികം റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ നെറ്റി റിലാക്സ്ഡ് ആകുന്നു. നിങ്ങളുടെ കണ്ണുകൾ വളരെയധികം റിലാക്സ്ഡ് ആകുന്നു. നിങ്ങളുടെ താടി, മുഖം, കഴുത്ത്, തോളുകൾ, നിങ്ങളറിയാതെ സൂക്ഷിച്ചിരുന്ന എല്ലാ ഭാരങ്ങളും നിങ്ങളുടെ തോളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു. നിങ്ങളുടെ ശരീരം കൂടുതൽ റിലാക്സ്ഡ് ആകുന്നു. പതുക്കെ താഴേക്ക് ഈ ഒരു റിലാക്സേഷൻ ഒഴുകിപ്പോകുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ വയർ, നിങ്ങളുടെ അരക്കെട്ട്, നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ പാദം, നിങ്ങളുടെ കാൽവിരലുകൾ എല്ലാം തന്നെ വളരെ റിലാക്സ്ഡ് ആയിരിക്കുന്നു. പതിയെ ഒരു ദീർഘനിശ്വാസം എടുക്കുക. വളരെയധികം സാവധാനത്തിൽ ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കുക. ആ ശ്വാസത്തെ പതുക്കെ പുറത്തേക്ക് വിടുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഹോൾഡ് ചെയ്ത് നിർത്തുക. പതുക്കെ പുറത്തേക്ക് വിടുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഹോൾഡ് ഇറ്റ് ഫോർ എ സെക്കൻഡ് ആൻഡ് എക്സേൽ. ആ ശ്വാസം നിങ്ങളുടെ ശ്വാസകോശത്തെ, ഹൃദയത്തെ, ശരീരത്തിലെ ഓരോ കോശത്തെയും പുതിയ ഊർജം കൊണ്ട് നിറയ്ക്കുന്നതായി സങ്കല്പിക്കുക. ഇനി ഓരോ ശ്വാസം എടുക്കുന്തോറും വളരെ പതുക്കെ എടുത്ത് ആ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക.
ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ ആ ശ്വാസത്തോടൊപ്പം നിങ്ങളുടെ ക്ഷീണം, നിങ്ങളുടെ ഡൗട്ട്, നിങ്ങളുടെ ടെൻഷൻ, നിങ്ങളുടെ സ്ട്രെസ്സ്, നിങ്ങൾ ജീവിതത്തിൽ കടന്നുപോയ എല്ലാ സങ്കടകരമായ നിമിഷങ്ങളും വേദനകളും പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. വീണ്ടും ഡീപ്പായിട്ടൊരു ശ്വാസം എടുക്കുക. 1 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് വളരെ പതുക്കെ പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസത്തോടും കൂടി നിങ്ങളുടെ ശരീരം കൂടുതൽ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശാന്തമാകുന്നു. ഇപ്പോൾ ഈ ഒരു മനോഹരമായ രാത്രിയെ സങ്കല്പിക്കുക. വിശാലമായ ആകാശം, അനവധി നക്ഷത്രങ്ങൾ, അവയ്ക്കിടയിൽ പൂർണ്ണമായും പ്രകാശിക്കുന്ന ഒരു മനോഹരമായ പൗർണമി ചന്ദ്രൻ. ആ വെള്ളി നിറമുള്ള ചന്ദ്രപ്രകാശം വളരെ മൃദുവായി നിങ്ങളുടെ മേൽ പതിക്കാൻ തുടങ്ങുകയാണ്. ആ പ്രകാശം തണുപ്പല്ല, ചൂടുമല്ല, മനസ്സിന് ആശ്വാസം നൽകുന്ന മൃദുവായൊരു പ്രകാശം. ആ പ്രകാശം നിങ്ങളുടെ തലമുടിയിൽ സ്പർശിക്കുന്നു, നെറ്റിയിലൂടെ താഴേക്ക് ഒഴുകുന്നു, മുഖത്തെ സ്നേഹത്തോടെ തലോടുന്നു, കഴുത്തിലേക്കും തോളിലേക്കും കൈകളിലേക്കും ഹൃദയത്തിലേക്കും പതുക്കെ വ്യാപിക്കുന്നു. ഓരോ ശ്വാസത്തോടും കൂടി ആ ചന്ദ്രപ്രകാശം നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ സമാധാനം നിറയ്ക്കുന്നതായി അനുഭവിക്കുക. ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ ഒന്നും തെളിയിക്കേണ്ടതില്ല. ഈ നിമിഷത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ വിശ്രമത്തിലാണ്, നിങ്ങൾ ഈ യാത്രയ്ക്ക് തയ്യാറാണ്. ഇപ്പോൾ നിങ്ങളുടെ ശ്വാസം കൂടുതൽ ശാന്തവും സ്വാഭാവികവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ശ്വാസവും നിങ്ങളെ കൂടുതൽ ആഴത്തിലുള്ള വിശ്രമത്തിലേക്ക് നയിക്കുന്നു. ആ മനോഹരമായ പൗർണമി ചന്ദ്രപ്രകാശം ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തെ മൃദുവായി പൊതിഞ്ഞിരിക്കുന്നു. ആ പ്രകാശത്തിൽ നിങ്ങൾ പൂർണ്ണരായും സുരക്ഷിതരാണ്. ഈ നിമിഷത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല. ഒരാളായി മാറാൻ ശ്രമിക്കേണ്ടതില്ല, ആരെയും സന്തോഷിപ്പിക്കേണ്ടതില്ല. ഈ കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം സമർപ്പിച്ചൊരു സമ്മാനമാണ് ഈ ഒരു നിമിഷം. നിങ്ങളുടെ ഹൃദയത്തോട് ഒരു ചോദ്യം ചോദിക്കൂ. ഇന്ന് ഞാൻ എന്താണ് ലെറ്റ് ഗോ ചെയ്യാൻ അല്ലെങ്കിൽ വിട്ടയക്കാൻ തയ്യാറാകുന്നത്? ഉത്തരം ഉടനെ ലഭിക്കണമെന്നില്ല. അതിന് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സ് തയ്യാറാകുമ്പോൾ അത് സ്വയം തുറന്നു വരും. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ശാന്തമായ തടാകം സങ്കല്പിക്കൂ. ചുറ്റും പച്ച നിറഞ്ഞ മരങ്ങൾ, മൃദുവായ രാത്രിക്കാറ്റ്, നിശബ്ദതയെ പോലും കൂടുതൽ മനോഹരമാക്കുന്ന ഒരു അന്തരീക്ഷം. ആ തടാകത്തിൻ്റെ വെള്ളത്തിൽ പൗർണമി ചന്ദ്രൻ്റെ പ്രകാശം വെള്ളി വെളിച്ചം പോലെ തിളങ്ങുന്നു. നിങ്ങൾ ആ തടാകത്തിൻ്റെ തീരത്ത് ശാന്തമായി നിൽക്കുകയാണ്. ഈ സ്ഥലം നിങ്ങളുടെ സുരക്ഷിതമായ ഇടമാണ്. ഇവിടെ വിധികളില്ല, വിമർശനങ്ങളില്ല, താരതമ്യങ്ങളില്ല. ഇവിടെ നിങ്ങളും നിങ്ങളുടെ ഹൃദയവും മാത്രം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരനുഭവം ഓർമ്മ വന്നാൽ അതിനെ തള്ളിക്കളയാൻ ശ്രമിക്കരുത്. അതിൽ വീണ്ടും മുങ്ങിപ്പോകാനും വേണ്ട. വെറും അതിനെ സ്നേഹത്തോടെ നോക്കൂ. അത് നിങ്ങളെ നിർവചിക്കുന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവം മാത്രമാണ്. ആ അനുഭവം നിങ്ങൾ കൂടുതൽ ശാന്തനാക്കുവാനും ശക്തനാക്കുവാനും കൂടുതൽ കരുണയുള്ള ഒരാളാക്കുവാനും വേണ്ടിയാണ് സംഭവിച്ചത്. ഇപ്പോൾ ആ വേദന ഒരു ചെറിയ മേഘമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായി സങ്കല്പിക്കൂ. ആ മേഘത്തിൽ നിങ്ങളുടെ ഭയമുണ്ട്, സംശയമുണ്ട്, നിരാശയുണ്ട്, കുറ്റബോധമുണ്ട്, പറയാൻ കഴിയാതെ മനസ്സിൽ സൂക്ഷിച്ച കണ്ണീരുമുണ്ട്. ഇനി ഒരു ദീർഘനിശ്വാസം അകത്തേക്കെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ മേഘം പതുക്കെ അലിഞ്ഞു പോകുന്നതായി സങ്കല്പിക്കുക. ഓരോ നിശ്വാസത്തോടും കൂടി അതിൻ്റെ ഭാരം കുറയുന്നു. കാറ്റിനൊപ്പം അത് ദൂരേക്ക് ഒഴുകിപ്പോകുന്നു. നിങ്ങൾ കൂടുതൽ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു. ഓർക്കുക, ഹീൽ ചെയ്യുക എന്നത് കഴിഞ്ഞതെല്ലാം മറക്കുക എന്നല്ല. കഴിഞ്ഞതിൻ്റെ ഭാരം ഇനി വഹിക്കേണ്ടതില്ലെന്ന്
സ്നേഹത്തോടെ തീരുമാനിക്കലാണ്. സ്വയം ക്ഷമിക്കുക എന്നതാണ്. നിങ്ങൾ ചെയ്തതെല്ലാം ശരിയായിരുന്നു എന്ന് പറയുന്നതല്ല. ആ അനുഭവം നിങ്ങളെ എന്നും തടവിലാക്കാൻ അനുവദിക്കില്ല എന്നൊരു പുതിയ തീരുമാനമാണ്. ഇപ്പോൾ മനസ്സിൽ പതുക്കെ പറയുക, ഞാൻ എൻ്റെ പാസ്റ്റ് ലൈഫിനെ, ഭൂതകാലത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ എൻ്റെ ഭാവിയെ ഞാൻ സ്നേഹത്തോടെ തിരഞ്ഞെടുക്കുന്നു. എന്നെ ഭാരപ്പെടുത്തുന്ന വികാരങ്ങളെ, എന്നെ ഹേർട്ട് ചെയ്യുന്ന ഇമോഷൻസിനെ ഞാൻ പതുക്കെ വിട്ടയക്കുന്നു. ഇപ്പോൾ ഈ ഫുൾ മൂൺ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഒഴുകിയെത്തുന്നു. ഒരു മൃദുവായ വെള്ളി നിറവും സ്വർണ്ണ നിറവും കലർന്ന പ്രകാശം നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹത്തോടെ നിറയ്ക്കുകയാണ്. ആ പ്രകാശം പറയുന്നത് പോലെ തോന്നുന്നു, നീ വളരെയധികം സെൽഫ് സഫിഷ്യൻ്റായ ഒരാളാണ്. നീ സ്നേഹത്തിന് അർഹയാണ്. ഒരു പുതിയ തുടക്കം തിരഞ്ഞെടുക്കാൻ ഒരിക്കലും വൈകിയിട്ടില്ല. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ശാന്തമായി പതിയട്ടെ. ഇപ്പോൾ ആ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും പതുക്കെ വ്യാപിക്കുന്നു. ക്ഷീണിച്ച മനസ്സിലേക്കും ക്ഷീണിച്ച ശരീരഭാഗങ്ങളിലേക്കും അത് ആശ്വാസം കൊണ്ടുവരുന്നു. മനസ്സിലെ തിരക്കിലേക്ക് അത് നിശബ്ദത കൊണ്ടുവരുന്നു. ഹൃദയത്തിലെ ഭാരത്തിലേക്ക് അത് പ്രത്യാശ കൊണ്ടുവരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഓർക്കൂ. ആ വ്യക്തി നിങ്ങളായിരിക്കാം, നിങ്ങളുടെ കുടുംബമായിരിക്കാം, ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ലോകം തന്നെയായിരിക്കാം. ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു മൃദുവായ പ്രകാശമായി എല്ലാ ദിശയിലേക്കും വ്യാപിക്കുന്നതായി സങ്കല്പിക്കൂ. സ്നേഹം പങ്കിടുമ്പോൾ കുറയുന്നില്ല, മറിച്ച് ഹൃദയത്തെ കൂടുതൽ വിശാലമാക്കുന്നു. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഹൃദയം കൂടുതൽ തുറന്നിരിക്കുന്നു, കൂടുതൽ ശാന്തമാണ്, കൂടുതൽ സ്നേഹത്തോടെ നിറഞ്ഞിരിക്കുന്നു. ഇനി ഈ പുതിയ ഇടത്തിലേക്ക് നിങ്ങളുടെ ഏറ്റവും മനോഹരമായ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും പ്രത്യാശകളെയും ക്ഷണിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് മുമ്പത്തേക്കാൾ കൂടുതൽ ശാന്തമാണ്. നിങ്ങളുടെ ഹൃദയം കൂടുതൽ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ശ്വാസം സ്വാഭാവികമായൊരു താളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ മനോഹരമായ ശാന്തതയിൽ നമുക്കിനി മാനിഫെസ്റ്റേഷൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഒരു നിമിഷം മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിനെ കുറിച്ച് ചിന്തിക്കൂ. മാനിഫെസ്റ്റേഷൻ മന്ത്രവാദമല്ല, ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറുമെന്ന് വിശ്വസിക്കുന്നതുമല്ല. പലർക്കും ഇതൊരു വ്യക്തിപരമായ പരിശീലനമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായി തിരിച്ചറിയാനുള്ളൊരു മാർഗം, ആ ലക്ഷ്യത്തിലേക്ക് യോജിച്ച മനോഭാവം വളർത്താനുള്ള ഒരു യാത്ര. പ്രത്യാശ നഷ്ടപ്പെടാതെ ഓരോ ദിവസവും ചെറിയ ചുവടുകൾ മുന്നോട്ട് വെക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഇന്ന് ഈ ഫുൾ മൂൺ നൈറ്റിൽ നിങ്ങളുടെ ഹൃദയം ഒരു പുതിയ അധ്യായം തുറക്കാൻ തയ്യാറാകുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരു മനോഹരമായ വഴി സങ്കല്പിക്കുക. വെള്ളി നിറമുള്ള ചന്ദ്രപ്രകാശം ആ വഴിയെ മുഴുവൻ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ആ വഴിയുടെ അറ്റത്ത് നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ നിന്ന തടാകത്തിൽ നിങ്ങളുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളെയും സങ്കടങ്ങളെയും നിങ്ങളൊരു മേഘമായി ഒഴുക്കിക്കളഞ്ഞതിന് ശേഷം ഈ വഴിയിലൂടെ നിങ്ങളുടെ മനോഹരമായ ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുന്നു. നിങ്ങൾ പതുക്കെ ആ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുകയാണ്. ഓരോ ചുവടും ആത്മവിശ്വാസത്തോടെ, ഓരോ ശ്വാസവും പ്രത്യാശയോടെ നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിലേക്ക് വരാൻ അനുവദിക്കുക. അത് ആരോഗ്യമായിരിക്കാം, സ്നേഹപൂർണമായൊരു റിലേഷൻഷിപ്പായിരിക്കാം, സന്തോഷമുള്ള ഒരു ഫാമിലി ലൈഫായിരിക്കാം, സമൃദ്ധിയായ ജീവിതമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, വിജയകരമായ ഒരു കരിയറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മറ്റെന്തെങ്കിലും സ്വപ്നമായിരിക്കാം. ആ സ്വപ്നം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലൊരു മനോഹരമായ ചിത്രമായി തെളിയുന്നു. ആ ചിത്രത്തിലേക്ക് പതുക്കെ പ്രവേശിക്കൂ. ഇനി നിങ്ങളത് കാണുന്നില്ല, നിങ്ങൾ അതിനുള്ളിലാണ്.
ചുറ്റും നോക്കൂ. നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ മുഖത്ത് എന്ത് വികാരമാണ്? നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് പുഞ്ചിരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയം എന്താണ് അനുഭവിക്കുന്നത്? ആ സന്തോഷം. നിങ്ങളുടെ കൂടെ ആരാണ് നിൽക്കുന്നത്? ആ സന്തോഷം. ആ വാക്കുകളിൽ വിവരിക്കാനാകാത്തത്ര സ്വാഭാവികമാണ് ആ സമാധാനം. ആഴത്തിൽ അനുഭവപ്പെടുന്ന സമാധാനം. നിങ്ങൾ ഇനി ഭയത്തോടെ ജീവിക്കുന്നില്ല. നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ആ ഭാവിയിലെ നിങ്ങൾ നിങ്ങളെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്നു. അവർ പറയുന്നത് കേൾക്കൂ. നീ ഈ യാത്ര തുടർന്നതിന് നന്ദി. നീ നിന്നെ തന്നെ ഒരിക്കലും പൂർണ്ണമായി കൈവിട്ടില്ല. ഓരോ ചെറിയ ചുവടും നിന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിക്കൂ. ഇപ്പോൾ ആ ഭാവിയിലെ നിങ്ങൾ നിങ്ങളുടെ കൈ മുറുകെ പിടിക്കുന്നു. ഒരു മനോഹരമായ പ്രകാശം അവരിൽ നിന്ന് നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. ആ പ്രകാശത്തിൽ ആത്മവിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്, പ്രത്യാശയുണ്ട്, വ്യക്തതയുണ്ട്. ആ പ്രകാശം നിങ്ങളുമായി ഒന്നാകുന്നു. ഇനി ആ ശക്തി നിങ്ങളുടെ ഉള്ളിലാണ്. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദി നിറയട്ടെ. ഇപ്പോൾ നിങ്ങളുടെ സ്വപ്നം ഇതിനകം പൂർത്തിയായെന്ന് നടിക്കേണ്ടതില്ല. പക്ഷേ അതിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ കഴിയുന്നതിനുള്ള നന്ദി അനുഭവിക്കുക. നിങ്ങൾ വളരുന്ന ഓരോ ദിവസത്തിനും നന്ദി. നിങ്ങൾ പഠിച്ച ഓരോ പാഠത്തിനും നന്ദി. നിങ്ങളെ സ്നേഹിച്ച ഓരോ മനുഷ്യർക്കും നന്ദി. നിങ്ങളെ ശക്തരാക്കിയ ഓരോ അനുഭവത്തിനും നന്ദി. നന്ദി, നന്ദി, നന്ദി. യൂണിവേഴ്സിന് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ 2 കൈകളും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറയുക, താങ്ക് യു യൂണിവേഴ്സ്. ഹൃദയത്തെ തുറക്കുന്നു. ഈ ഒരു പ്രകാശം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നു. തുറന്ന ഹൃദയം പ്രകാശത്തെ, പ്രത്യാശയെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യാശ നമ്മെ പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കുന്നു. പ്രവർത്തനമാണ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്ന വഴികളിലൊന്ന്. ഇപ്പോൾ മനസ്സിൽ പതുക്കെ പറയുക, ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ മൈസെൽഫ്. ഐ ട്രസ്റ്റ് ദ പ്രോസസ്. ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഞാൻ സ്നേഹത്തോടെയും ആത്മവിശ്വാസത്തോടും മുന്നോട്ട് പോകും. ഐ എം എ സക്സസ്ഫുൾ പേഴ്സൺ. I trust myself and my skill. I am ready to accept new opportunities in my life. പുതിയ അവസരങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്തായ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ ഓരോ ദിവസവും ചെറിയ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. I deeply love and accept myself exactly as I am. Every day I become a healthier, happier version of myself. ഓരോ ദിവസവും ഞാൻ ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുള്ള ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്നു. I release what no longer serves me with love and gratitude. എൻ്റെ ജീവിതത്തിൽ സന്തോഷമോ ഗ്രാറ്റിറ്റ്യൂഡോ ഇല്ലാത്തതായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിനെയും ഞാൻ റിലീസ് ചെയ്യുന്നു. I am open to receiving beautiful opportunities. എൻ്റെ ലൈഫിലേക്ക് നല്ല ഓപ്പർച്യൂണിറ്റികളെ റിസീവ് ചെയ്യാൻ ഞാൻ റെഡിയാകുന്നു. My dreams are becoming clearer every day. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ എല്ലാ ഡ്രീംസും വളരെ ക്ലിയറായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. I attract positive experiences with confidence and gratitude. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. I attract healthy, loving, meaningful relationship. എൻ്റെ ജീവിതത്തിലേക്ക് വളരെ നല്ല സ്നേഹത്തോടു കൂടിയുള്ള റിലേഷൻഷിപ്പിനെ ഞാൻ സ്വീകരിക്കുന്നു. I give and receive love with an open heart. ഞാൻ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തെ തുറക്കുന്നു. I am grateful for all the blessings in my life. എല്ലാ ബ്ലെസ്സിങ്സിനും ഞാൻ യൂണിവേഴ്സിനോട് നന്ദിയുള്ളവളായിരിക്കുന്നു. Gratitude opens my heart to new possibilities.
Under this full moon, I release what I no longer need. ഈ ഒരു ഫുൾ മൂണിൻ്റെ പ്രകാശത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാഹചര്യങ്ങളെയും, എല്ലാ വേദനകളെയും, എല്ലാ വ്യക്തികളെയും, സിറ്റുവേഷനെയും എല്ലാം ഞാൻ റിലീസ് ചെയ്യുന്നു. മൈ ഹേർട്ട് ഈസ് ഓപ്പൺ ടു ഹീലിംഗ്, ഗ്രോത്ത് ആൻഡ് അബണ്ടൻസ്. എൻ്റെ ഹൃദയം ഹീൽ ചെയ്യുവാനായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഐ ട്രസ്റ്റ് ദാറ്റ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിൽ കം അറ്റ് ദ റൈറ്റ് ടൈം. എൻ്റെ ജീവിതത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ കറക്റ്റ് സമയത്തിൽ കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ആം കംപ്ലീറ്റ്ലി ഹീൽഡ് അണ്ടർ ദ ലവിംഗ് ലൈറ്റ് ഓഫ് ദിസ് ഫുൾ മൂൺ. എവറി പാർട്ട് ഓഫ് മീ ഈസ് ഹീൽഡ്, റിന്യൂഡ് ആൻഡ് റീസ്റ്റോർഡ്. My special person comes to me with love, respect, honesty and commitment. ഞാൻ സ്നേഹിച്ചിരിക്കുന്ന ആ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹത്തോടു കൂടിയും കമ്മിറ്റ്മെൻറ്റോടു കൂടിയും സത്യസന്ധവുമായിട്ട് തിരിച്ചെന്നിലേക്ക് തന്നെ വരുന്നു. മൈ സ്പെഷ്യൽ പേഴ്സൺ എക്സ്പ്രസസ് ലവ്, കെയർ ആൻഡ് അഫെക്ഷൻ ഫോർ മീ എവറി ഡേ. ഓരോ ദിവസവും എൻ്റെ ഈ ഒരു വ്യക്തി എന്നോടുള്ള സ്നേഹവും കരുതലും അഫെക്ഷനും കാണിച്ചുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ബ്രിങ്ങിങ് മൈ സ്പെഷ്യൽ പേഴ്സൺ ഇൻ മൈ ലൈഫ് വിത്ത് ലവ്, കൈൻഡ്നസ് ആൻഡ് റെസ്പെക്ട്. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ മൈ ലൈഫ്. ഇപ്പോൾ ആകാശത്തിലേക്ക് നോക്കുക. ആ പൂർണ്ണചന്ദ്രൻ ഇപ്പോഴും ശാന്തമായി പ്രകാശിക്കുന്നു. ആ പ്രകാശം നിങ്ങളുടെ യാത്രയ്ക്ക് ഒരു സാക്ഷിയെപ്പോലെ നിശബ്ദമായി നിങ്ങളോടൊപ്പം നിൽക്കുന്നു. ഈ ശാന്തത, ഈ പ്രത്യാശ, ഈ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ 2 കൈകളും എടുത്ത് നല്ലതുപോലെ കൈകൾ തമ്മിൽ ഉരയ്ക്കുക. ആ ഒരു ചൂടിനെ നിങ്ങളുടെ ഹൃദയഭാഗത്തിലേക്ക് വെക്കുക. വലത്തെ കൈ ഹൃദയഭാഗത്തിലും ഇടത്തെ കൈ നിങ്ങളുടെ പൊക്കിൾക്കുടിയുടെ ഭാഗത്തും വെച്ചിട്ട് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് എത്രത്തോളം സമയം ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ റെഡിയാകുമ്പോൾ പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. കണ്ണുകൾ തുറന്നു ഒരു പുഞ്ചിരിയോടുകൂടെ കണ്ണുകൾ തുറക്കുക. അത് കഴിഞ്ഞ് കൈവിരലുകളും കാൽവിരലുകളും ഒന്ന് പതിയെ അനക്കുക. ഒരു 5 മിനിറ്റ് ആ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ കിടക്കുക, ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക. എന്നിട്ട് പതിയെ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സ് ഓൾറെഡി ഒരു ആൽഫ സ്റ്റേറ്റിലാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ഡ്രീമിനെ അല്ലെങ്കിൽ ആ ഒരു ഗോളിനെ വീണ്ടും വീണ്ടും വിഷ്വലൈസ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് പതിയെ ലെറ്റ് ഗോ ചെയ്യുക. പതിയെ നിങ്ങൾ എഴുന്നേൽക്കുക. ഈ ഒരു ധ്യാനം പൂർണ്ണചന്ദ്രനുള്ള ദിവസം അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ മാത്രമല്ല, അല്ലാതെയുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ചെയ്യാം. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുവാൻ എത്ര പേര് റെഡിയാണ്? ഒരു 28 ദിവസം ഈ മെഡിറ്റേഷൻ ചെയ്യുവാൻ എത്ര പേര് റെഡിയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം 28 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ മാറ്റം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് കൊണ്ട് പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് കാണുന്ന മറ്റു വ്യക്തികൾക്കും ഇതൊരു പ്രചോദനമായിരിക്കാം. അവരുടെ ലൈഫിൽ അവർ കടന്നു പോകുന്ന വളരെ വലിയ വിഷമത്തിലൂടെയൊക്കെ പോകുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു കമൻറ്റ്, നിങ്ങളുടെ ഒരു കമൻറ്റ് കൊണ്ട് അവരുടെ ജീവിതം മാറി മറിയുന്നു എന്നുള്ളത് അത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 28 ഡേയ്സ് ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറുമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ 28 ദിവസം കഴിഞ്ഞ് വീണ്ടും കാണാം. താങ്ക് യു.